സ്വിമ്മിംഗ് പൂളുകളൊക്കെ നമ്മുടെ വിഷയം അതൊന്നല്ല, പക്ഷെ നബി ഞങ്ങൾക്ക് വൃത്തി ഇഷ്ടമാണ്. അതുകൊണ്ട് പറയാം, സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും കുപ്പായ ഊരിട്ട് ഒരൊറ്റ ചാട്ടം. ചില വീടുകളിലൊക്കെ ഉണ്ട് ഇപ്പൊ സ്വിമ്മിംഗ് പൂള്, ഇപ്പൊ ഹോട്ടലുകളിൽ ഉണ്ടായിരിക്കാം, എവിടെയെങ്കിലും റിസോർട്ടുകളിൽ ഉണ്ടായിരിക്കാം. സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുമ്പോൾ പോലും നല്ല ശുദ്ധിയുള്ള വെള്ളത്തിൽ പോയി വിയർപ്പ് ശരിക്കും വൃത്തിയായി കളഞ്ഞതിന് ശേഷമേ സ്വിമ്മിംഗ് പൂൾ വന്ന് കുളിക്കാൻ പാടുള്ളൂ എന്നാണ്. പിന്നെ കുളത്തിൽ മൂത്രൊഴിക്കുന്ന മഹാന്മാരും മഹതികളൊക്കെ ഉണ്ട്, ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത സംഗതികളാണ്. നമ്മൾ അത് പറയുന്നത് അത് ചെയ്യരുത്, ആരും കാണുന്നില്ല, ചിലപ്പോൾ അറിഞ്ഞിട്ടില്ല എന്ന് വന്നേക്കാം. വൃത്തികേടല്ലേ അത്? മനുഷ്യന്റെ വിസർജ്യം ആ വെള്ളത്തിൻ്റെ ഇത് പോയിട്ട് കുട്ടികളെ വായിലിട്ടിട്ട് ഊതുന്നു, അത് ചിലർ അറിയാതെ കുടിക്കുന്നു. എന്താണ് ഇതിന്റെ അവസ്ഥ എന്ന് അള്ളാഹ്ക്കേ അറിയുള്ളൂ. ഇത് നബി ഞങ്ങൾക്ക് ഇഷ്ടമല്ല. എന്തുകൊണ്ട്? നബി ഞങ്ങൾക്ക് വൃത്തി ഇഷ്ടമാണ്. അവിടുന്ന് വൃത്തി അത്ഹൂറു ശത്റുൽ ഈമാൻ, വൃത്തി ഈമാനിന്റെ പകുതിയാണെന്ന് പഠിപ്പിച്ച നബിയാണ് നമ്മുടേത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞാൽ എന്തല്ല, ചളി പോയിട്ട് കഴുകാനുള്ള സ്ഥലം, സോപ്പിട്ട് കഴുകാനുള്ള സ്ഥലമല്ല അത്. വെള്ളത്തിൽ നമ്മൾ ചെയ്യുന്ന എക്സസൈസ്, വൺ ഓഫ് ദ ബെസ്റ്റ് എക്സസൈസ് വി ക്യാൻ ഡു, വെള്ളത്തിൽ സ്വിമ്മിംഗ് ആണ്. അപ്പൊ അത് വൃത്തിയിലാവണം. ദേഹത്ത് വിയർപ്പ് പോലും ഉണ്ടാവരുത് സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങുമ്പോൾ. അതിലിട്ട് സോപ്പിട്ട് കഴുകാനും പാടില്ല, പുറത്തു വന്നിട്ടാ കഴുകേണ്ടത്.